ഫിഫ്ത്ത് മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ജേസൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു മോഡ്യൂളിൽ 2 ടൈപ്പ് ഡേറ്റ ഇന്റർചേഞ്ച് ഫോർമാറ്റ്സ് ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ XML നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അടുത്ത് വരുന്നതാണ് ജേസൺ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ജേസന്റെ ഫുൾ ഫോം വരുന്നത് ജാവ സ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ എന്നാണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ ഇതെന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ ട്രാൻസ്പോർട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ഫോർമാറ്റ് ആണ് ജേസൺ എന്ന് പറയുന്നത്. XML-നെക്കാളും കുറച്ചുകൂടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ് ജേസൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡേറ്റ സെർവർ ചെയ്യുന്ന ഒരു വെബ് പേജിലേക്ക് സെൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ജേസൺ ഡേറ്റ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെൽഫ് ഡിസ്ക്രൈബിംഗ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർമാറ്റ്. ഓക്കെ, നമുക്കത് കാണുമ്പോൾ തന്നെ അതിലെ ഓരോ ഡേറ്റയും നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, എന്താണ് ഇതിന്റെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ഒരു ജേസൺ ഫോർമാറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ നമുക്കൊരു എക്സാമ്പിൾ ഇതുപോലെയാണ് നമ്മുടെ ഓരോ ജേസൺ ഡേറ്റ ഇരിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പൊ എംപ്ലോയീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എംപ്ലോയീസിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഫസ്റ്റ് നെയിം ജോൺ, ലാസ്റ്റ് നെയിം ഡോ, ഫസ്റ്റ് നെയിം അന്ന, ലാസ്റ്റ് നെയിം സ്മിത്ത്, ഫസ്റ്റ് നെയിം പീറ്റർ, ലാസ്റ്റ് നെയിം ജോൺസ്. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് 3 പേരുടെ പേരുകളാണ്, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ദെൻ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എംപ്ലോയീസ് എന്നാണ്. സോ അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് 3 എംപ്ലോയീസിന്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ? സോ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് എക്സാമ്പിൾ ഡിഫൈൻസ് ആൻ എംപ്ലോയീസ് ഒബ്ജക്റ്റ്. എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ അൻ അറേ ഓഫ് 3 എംപ്ലോയി റെക്കോർഡ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഓരോ ജേസൺ ഒബ്ജക്റ്റിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പറയുന്ന ഡേറ്റ എന്ന് പറയുന്നത് നെയിം ഓർ വാല്യൂ പെയേഴ്സ് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് നെയിം ജോൺ. അപ്പൊ ഇവിടെ ഈ ഒരു അതിന്റെ ആ ഒരു പ്രോപ്പർട്ടിയുടെ നെയിമാണ് ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത്. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് ജോൺ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ നെയിം വാല്യൂ പെയേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ ഓരോ ഡേറ്റയെയും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ആദ്യത്തെ ആളുടെ ഡേറ്റ കഴിഞ്ഞു, ഡേറ്റ കഴിഞ്ഞതിന് ശേഷം കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് അടുത്ത ആളുടെ ഡേറ്റ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് കൊടുക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും, അതായത് ഒരാളെ കുറിച്ചുള്ള എത്ര ഇൻഫർമേഷൻസ് ഉണ്ടോ അതെല്ലാം തന്നെ നമ്മൾ കോമ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തുമാണ് കൊടുക്കുന്നത്. ദെൻ കേർലി ബ്രേസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കേർലി ബ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഓരോ ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് അറേസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒബ്ജക്ട്സിന്റെ അറേ ആയിട്ടാണ് നമ്മളിവിടെ ജേസൺ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജേസൺ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ജേസന്റെ പ്രത്യേകത, വേറെ ബാക്കിയുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലി ഉള്ള ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സിന്റെ പോലെ തന്നെ ഐഡന്റിക്കൽ ആയിട്ടുള്ള സിന്റാക്ടിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള കോഡ് തന്നെയാണ് ജേസൺ ഡേറ്റ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിനെ ഈസി ആയിട്ട് ജേസൺ ഡേറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇനി ജേസൺ ഫോർമാറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടെക്സ്റ്റ് ഓൺലി ഫോർമാറ്റ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജേസൺ ഡേറ്റയെ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് ആ കോഡ് യൂസ് ചെയ്ത് റീഡ് ചെയ്യുകയും ജനറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ ജേസൺ ഡേറ്റയുടെ പ്രത്യേകത എന്ന്, ആ ഒരു ഫോർമാറ്റിന്റെ പ്രത്യേകതയാണ് ഇതെല്ലാം. സോ ജേസൺ ഡേറ്റ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഒരു നെയിം ആൻഡ് വാല്യൂ പെയർ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. സോ ജേസൺ ഡേറ്റ ഈസ് റിട്ടേൺ ആസ് നെയിം വാല്യൂ പെയേഴ്സ് ജസ്റ്റ് ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് പ്രോപ്പർട്ടീസ്. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അപ്പൊ ഇവിടെ എ നെയിം ഓർ വാല്യൂ പെയർ കൺസിസ്റ്റ് ഓഫ് എ ഫീൽഡ് നെയിം. ഫീൽഡ് നെയിം ആണെങ്കിലും വാല്യൂ ആണെങ്കിലും ജേസണിനകത്ത് നമ്മൾ അതിനെ ഡബിൾ കോട്ട്സിനകത്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. JSON names require double quotes, but JavaScript names do not. ജാവാസ്ക്രിപ്റ്റിനകത്താണെങ്കിൽ ഡബിൾ കോട്ട്സ് ആവശ്യമില്ല, പക്ഷേ ജേസൺ ഡേറ്റ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ഡബിൾ കോട്ട്സ് വേണം. നെയിം കഴിഞ്ഞിട്ട് കോളൻ കൊടുത്തതിന് ശേഷമായിരിക്കണം വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പം ഫസ്റ്റ് നെയിം എന്നുള്ളതാണ് നമ്മളിവിടെ നെയിം ആയിട്ട് പറയുന്നത്. ആ നെയിം എന്ന് പറയുന്നത് ഡബിൾ കോട്ട്സിൽ സ്പെസിഫൈ ചെയ്യണം, ദെൻ കോളൻ കൊടുക്കണം, ദെൻ അതിന്റെ വാല്യൂ എന്താണോ അത് ഡബിൾ കോട്ട്സിനുള്ളിൽ സ്പെസിഫൈ ചെയ്യണം.
ഇങ്ങനെയാണ് നെയിം ആൻഡ് വാല്യൂ പെയർ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. ദെൻ ജേസൺ ഒബ്ജക്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേർലി ബ്രേസസിനുള്ളിലാണ്. ഒരു ഒബ്ജക്റ്റിന് പല പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ ആ ഓരോ പ്രോപ്പർട്ടിയാണ് നമ്മൾ നെയിം വാല്യൂ പെയേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനകത്ത് തന്നെ മൾട്ടിപ്പിൾ നെയിം ഓർ വാല്യൂ പെയേഴ്സ് ഉണ്ടായിരിക്കും. ആ മൾട്ടിപ്പിൾ വാല്യൂ പെയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഒബ്ജക്ട്സും നമ്മൾ ബ്രേസസിനകത്ത് എൻക്ലോസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ദെൻ അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു കേർലി ബ്രേസസിനുള്ളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒബ്ജക്ട്സിന്റെ അറേ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. സോ ജേസൺ അറേസ് ആണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ജേസൺ അറേസ് ആർ റിട്ടൺ ഇൻസൈഡ് സ്ക്വയർ ബ്രാക്കറ്റ്സ്. സോ അപ്പം അറേസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു. ജാവാസ്ക്രിപ്റ്റിലും അതുപോലെ തന്നെയാണ്. അറേക്കകത്ത് നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേ സെയിം മെത്തേഡിൽ തന്നെ ഇവിടെയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ദ എക്സാമ്പിൾ എബവ് ദ ഒബ്ജക്ട് എംപ്ലോയീസ്, ഇവിടെ എംപ്ലോയീസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഐഡന്റിഫയർ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇതിനെ ഒരു അറേ ആയിട്ടാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനകത്ത് 3 ഒബ്ജക്ട്സ് ഉണ്ട് എന്നുള്ളത് ഈ 3 കേർലി ബ്രേസസിന്റെ സെറ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതിനകത്ത് 3 ഒബ്ജക്ട്സ് ഉണ്ട്. ഈച്ച് ഒബ്ജക്ട് ഈസ് എ റെക്കോർഡ് ഓഫ് എ പേഴ്സൺ. ഓരോ ഒബ്ജക്റ്റും ഒരു പേഴ്സണിന്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇത് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ജേസൺ ടെക്സ്റ്റ് ഡേറ്റയെ നമുക്ക് എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. സോ ജേസന്റെ ഒരു കോമൺ യൂസ് എന്ന് പറയുന്നത് നമ്മൾ വെബ് സെർവറിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് വെബ് പേജ് വഴി ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ജേസന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. സോ അപ്പൊ അതിൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ടിനെ സ്ട്രിങ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ create a JavaScript string containing JSON syntax. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ JSON ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ JSON ഒബ്ജക്റ്റിനെ ഒരു ടെക്സ്റ്റ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആക്കി മാറ്റാൻ പോവുകയാണ് ഒരു JSON ടെക്സ്റ്റിനെ. JSON ടെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ഇവിടെ മുതലുള്ളത് ഈ ഡബിൾ കോട്ട്സ് എംപ്ലോയീസ് മുതൽ ഇവിടെ വരെ വരുന്ന ഈ സ്ക്വയർ ബ്രാക്കറ്റ് വരെ വരുന്നതാണ് നമ്മുടെ JSON ഡേറ്റ എന്ന് പറയുന്നത്. ആ JSON ഡേറ്റയെ നമ്മൾ ഒരു ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു വേരിയബിളിനകത്തേക്ക് മാറ്റുകയാണ്. സോ അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു, സിംഗിൾ കോട്ട്സിലാണ് ഫുൾ എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനെയും നമ്മൾ പ്ലസ് കൊണ്ട് ഓക്കെ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ആഡ് ചെയ്ത് ടെക്സ്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അവസാനം സെമികോളൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ JSON ഡേറ്റയെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അല്ലെ, ജാവാസ്ക്രിപ്റ്റിലെ ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ദെൻ അതിനുശേഷം ജാവാസ്ക്രിപ്റ്റിനകത്ത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, JSON.parse എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രിങ്ങിനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ അപ്പം വേരിയബിൾ ഒബ്ജക്റ്റ് ഈക്വൽ ടു JSON.parse ടെക്സ്റ്റ്. നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമ്മളിവിടെ JSON ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ നേരെ JSON.parse എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിനെ അത് പാഴ്സ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ അതിനുശേഷം നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിനെ നമ്മുടെ പേജിനകത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ JSON ടെക്സ്റ്റിനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ W3 സ്കൂൾസിലുണ്ട്. സോ അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ക്രിപ്റ്റിനകത്ത് ടെക്സ്റ്റ് ആയിട്ട് ഒരു JSON ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനെ പാഴ്സ് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡെമോ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് എലമെന്റിലേക്ക് നമ്മൾ അതിനെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റില് ഫസ്റ്റ് ഇൻഡെക്സിൽ വരുന്ന എംപ്ലോയീസ് ഓഫ് 1 ആ അറേക്കകത്ത് ഫസ്റ്റ് ഇൻഡെക്സിൽ വരുന്ന ആ ഒരു ആളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആണ് ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ അപ്പം അന്ന സ്മിത്ത് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ആള്, അതായത് 0 ആണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പം ഫസ്റ്റ് ഇൻഡെക്സിൽ വരുന്നത് അന്ന സ്മിത്ത് എന്നുള്ളതാണ്. അത് നമ്മുടെ പാരഗ്രാഫ് എലമെന്റിലേക്ക് ആഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത്.
ഓക്കെ. അപ്പം ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പം ജേസൺ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ജേസൺ ഡേറ്റയെ നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊരു എന്താണ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിനെ പാഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി ജേസൺ ഡോട്ട് പാഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നെ ജാവാസ്ക്രിപ്റ്റിനകത്ത് അവൈലബിൾ ആണ്. അത് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് ഒരു ജേസൺ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പാഴ്സ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ വെബ് പേജിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ വേണമെങ്കിലും അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ് വേണമെങ്കിലും നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതാണ് ജേസൺ ഫോർമാറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെയുള്ള XML-നെക്കാളും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ് ആക്ച്വലി ഈ ജേസൺ ഡേറ്റ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജേസൺ ഡേറ്റയെ കുറിച്ച് ഫോർമാറ്റിനെ കുറിച്ച് പഠിക്കുന്നത്.